ഛത്തീസ്ഗഡിലെ ജുനി ജവഹർ ഗ്രാമത്തിലെ വീടുകൾക്കെല്ലാം മുന്നിൽ ഈ വീപ്പ വണ്ടികളുണ്ട്. ഇവരെപ്പോലുള്ള കുഞ്ഞുങ്ങൾ ഉന്തിയും വലിച്ചും വീടെത്തിക്കുന്ന വെള്ളം വണ്ടികൾ. നല്ല സ്കൂളുകളോ റോഡുകളോ ആശുപത്രിയോ ഒന്നുമില്ലാത്ത ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് സർക്കാർ നൽകിയത് ഇതൊന്നുമല്ല. അന്ത്യോദയ പദ്ധതിയുടെ പേരിൽ സൗജന്യമായി വിതരണം ചെയ്തത് സാരികളാണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ശകുന്തള ബോയറിന്റെ വീട്ടിലേക്കാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പകരം സർക്കാർ നൽകിയ സാരി തിരികെ കൊടുത്ത് പ്രതിഷേധിച്ച ആദിവാസി സ്ത്രീകളിൽ ഒരാളായ ശകുന്തളയുടെ വീട്ടിൽ. ഈ നാട്ടിൽ നല്ലൊരു ഡോക്ടറില്ല, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല, പഠിച്ചവർക്ക് ജോലിയില്ല, വെള്ളം പോലും കിട്ടാനില്ല. സാരി തരുന്നതിന് പകരം ഈ സൗകര്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് സാരിയോട് ആർത്തിയില്ല, അതുകൊണ്ടാണ് ജവഹറിലും ജുനി ജവഹറിലും ദാനുവിലുമൊക്കെയായി നിരവധി സ്ത്രീകൾ ചേർന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിഷേധം നടത്തിയത്. 300-ലധികം സാരികളും അതിനൊപ്പം വന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളും അടുത്തുള്ള തഹസിൽദാർ ഓഫീസിൽ കൊണ്ടുകൊടുത്തു ഇവർ. അന്നു മുതൽ സാരി വിതരണം നിന്നു. ബാക്കിയൊന്നും മാറിയില്ല. സർക്കാരിനോടും വ്യവസ്ഥിതിയോടും പൊരുതാനുള്ള ആൾബലമോ വിദ്യാഭ്യാസമോ ഒന്നും കാണില്ല. പക്ഷെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാതെ സാരിയും പണവും ഒക്കെ നൽകി കണ്ണിൽ പൊടിയിടാമെന്ന ധാരണ തിരുത്തുകയാണ് ശകുന്തളയെ പോലുള്ളവർ. ജുനി ജവഹറിലെ ശകുന്തളയുടെ വീട്ടിന് മുന്നിൽ നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം സൗമ്യ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.